രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു, നേരെ അടുക്കളയിലെത്തി ചായക്കുള്ള വെള്ളം വെച്ചു. ആൻസൂട്ടന് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാസ്കിമോനെ 1നും 2വിനും ഒക്കെ കൊണ്ടുപോകുന്ന ഡ്യൂട്ടി ആൻസിൻ്റേതാണ്. ചേട്ടൻ എന്ത് ചെയ്യുന്ന ബാസ്കിമോൻ നോക്കുന്നത്. മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. പുറകുവശത്തൊരു അഴയൊക്കെ കെട്ടി തന്നിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചാൽ തിളച്ച് കഴിയുമ്പോൾ ചായപ്പൊടി ഇട്ട് പഞ്ചസാരയും ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കട്ടനായി. പറയാനും ഉണ്ടാക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ രാവിലെ തന്നെ ഈ ഒരു കട്ടൻ ചായ കുടിച്ചാൽ കിട്ടുന്ന എനർജി ആ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കും. ഇന്നലെ അത്താഴം കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കള മുഴുവൻ ക്ലീൻ ആക്കിയിട്ട് കിടന്നുറങ്ങി. അതുകൊണ്ട് തന്നെ രാവിലെ അടുക്കളയിൽ എത്തിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ദോശയ്ക്കുള്ള മാവൊക്കെ ഇതാ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ദോശയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ചായയായിട്ട് മുറ്റത്തേക്കൊന്നും പോകേണ്ടി വന്നില്ല. ചേട്ടൻ ദാ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടന് ചായയൊക്കെ കൊടുത്തു. വന്നത്തേക്ക് ആൻസൂട്ടൻ ബാസ്കിമോനെയും കൊണ്ട് വന്നു. പ്രാണിപ്പൂച്ച ജനലിനകത്തിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ബാസ്കിമോൻ ഈ ബദ്ധ ശത്രുവിനെ കണ്ടിട്ട് ചാടുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് യാതൊരു കൂസലും ഇല്ലാതെ നല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിരിക്കുകയാണ് നമ്മുടെ പ്രാണിപ്പൂച്ച. അപ്പം ഞാൻ കട്ടനൊക്കെ ആയിട്ടാണ് മുറ്റത്തിറങ്ങിയത്. മുറ്റത്ത് ഈ പൂച്ചെടികൾക്കിടയിൽ നിന്ന് ഈ കട്ടനൊക്കെ കുടിച്ചാൽ കിട്ടുന്ന എനർജി അത് വേറെയാണ്. ആൻസും പ്രാണിപ്പൂച്ചയും ഭയങ്കര കൂട്ടാണ് കേട്ടോ. രാവിലെ ആരെങ്കിലും പുകച്ച് വിട്ടതാണോ കോട ഇറങ്ങിയതാണോ എന്നൊന്നും അറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ ചെത്തി പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല രസമല്ലേ. ചേട്ടൻ്റെ ആ പത്രമൊക്കെ വായിച്ച് നിൽക്കുന്നുണ്ട്. പ്രാണിപ്പൂച്ച ബാസ്കിമോൻ പോയി എന്നറിഞ്ഞപ്പോൾ മുറ്റത്തിറങ്ങി വന്ന് വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുക. അപ്പോൾ രാവിലത്തെ കട്ടനൊക്കെ കുടിച്ച് ചേട്ടൻ എന്താ പറമ്പിലേക്കൊക്കെ ഒന്ന് നോക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ ഇനി തുടങ്ങുന്നതിന് മുമ്പ് പത്രം ചെറുതായിട്ടൊന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നിന്നും കിട്ടുമല്ലോ. കാശ് കൊടുത്ത് പത്രം വാങ്ങുന്നതല്ലേ. ഇപ്പോൾ പ്രാണിപ്പൂച്ചയുടെ ബോയ് ഫ്രണ്ടാണ് ഈ മസിൽമാൻ കേട്ടോ. അവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. രാവിലെ ഞാനിങ്ങനെ ഇറയത്തിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ 2 പേര് വന്ന് എന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. ദോശയായിരുന്നു. അപ്പോൾ ദോശ മസാല ദോശയായിട്ടും കട്ടിയുള്ള ദോശയായിട്ടും അങ്ങനെ പലതരത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻസൂട്ടൻ മസാല ദോശ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ കനം കുറച്ച് മസാല ദോശയാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി ആൻസൂട്ടനെ അങ്ങ് പറ്റിച്ചു. ഉച്ചക്കത്തേക്കുള്ള ചോറിന് വേണ്ടി അരിയിട്ട് തിളയ്ക്കാൻ വെച്ചു. ദാ സാമ്പാറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ദോശയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാറും വെള്ള തേങ്ങാ ചമ്മന്തിയുമായിരുന്നു കേട്ടോ. അപ്പോൾ ആൻസൂട്ടൻ അതൊക്കെ കഴിച്ച് അങ്ങ് ഇരിക്കുവാണ്. അപ്പം ഞാനും കഴിച്ചു. ചേട്ടന് ഇതിനിടയ്ക്ക് വന്നു കഴിച്ചിട്ട് കടയിലേക്ക് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ദോശയും സാമ്പാറും ചട്നിയും കട്ടനും കുട്ടനും ഒക്കെ ആയിട്ടങ്ങ് അടിപൊളിയായിട്ടങ്ങ് പോയി. ടാറ്റാ.